കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷം 4 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 5-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ 4 വർഷം കേരളത്തിൽ ഈ ഗവൺമെൻറ് സർവതല സ്പർശിയായ വികസനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി വഴി 50,000 കോടി രൂപയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ഒന്നാം പിണറായി ഗവൺമെൻറ് രണ്ടാമതും അധികാരത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഏതാണ്ട് 74,000 കോടി രൂപയുടെ അധികം വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നവകേരളം എങ്ങനെയെന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുത്തി തന്നു. സ്മാർട്ട് സ്കൂളുകൾ, ഹൈടെക് അംഗനവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ അടിസ്ഥാന സൗകര്യ വികസനം, ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ, പൊതുമേഖല വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, പൊതു സ്ഥാപനങ്ങൾ, കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനം, ലൈഫ് മിഷനിലൂടെ കേരളത്തിൽ 5 ലക്ഷം പേർക്ക് വീട് വെച്ചുകൊണ്ട് എല്ലാവർക്കും റേഷൻ കാർഡ്, എല്ലാവർക്കും ഭൂരേഖ, ഡിജിറ്റൽ സർവേ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് പോകുന്നു. പട്ടികജാതി പട്ടികവർഗ വികസന മേഖലയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള വൻ വികസനം. അങ്ങനെ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം യാഥാർത്ഥ്യമാക്കിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഈ നാടിനെ ഇനിയും മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എൻ്റെ കേരളം പ്രദർശന വിപണന കലാമേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ബഹുമാന്യായ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഈ വേദിയിൽ നടത്തപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലക്കാരായ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഒന്നിച്ചു ചേരുവാനുള്ള വളരെ മനോഹരമായ ഒരു വേദി കൂടിയാണ്. താരതമ്യേന ശാന്തമായ ജില്ല. നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ് ശബരിമല മണ്ഡല മകരവിളക്ക് കാലമാണ്. തീർത്ഥാടകരുടെ ജില്ലയാണ് പത്തനംതിട്ട. ശബരിമല തുടങ്ങി എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള വിവിധങ്ങളായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, അതുപോലെ കൺവെൻഷനുകൾ, പെരുന്നാളുകൾ, ഉത്സവങ്ങൾ, മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും നാടാണ് പത്തനംതിട്ട. രാജ്യത്ത് ഏറ്റവും ശുദ്ധമായ വായു ശ്വസിക്കുന്നവരാണ് പത്തനംതിട്ട ജില്ലക്കാർ. നമ്മൾ പറയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. കാരണം നമ്മുടെ ആയുർദൈർഘ്യം 76 വയസ്സിന് മുകളിലാണ്. സ്ത്രീകൾക്ക് 80 വയസ്സിന് മുകളിലും പുരുഷന്മാർക്ക് 73, 74, 75 വയസ്സുമാണ്. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയതെന്ന് ആലോചിക്കണം. കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ
ഏർലി 40s, അതായത് ഒരു 40-45 ഇടയിലായിരുന്നു ശരാശരി കേരളത്തിലുള്ള ഒരാളുടെ ആയുസ്. അവിടെ നിന്നാണ് അതിൻ്റെ ഇരട്ടിയിലേക്ക് കേരളം എത്തപ്പെട്ടത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലാണ് എന്നുള്ളത് പറയുന്നത് പോലെ ഏറ്റവും നല്ല ശുദ്ധമായ വായു രാജ്യത്തുള്ളത്, ഏറ്റവും ശുദ്ധമായ വെള്ളം രാജ്യത്തുള്ളത് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് പത്തനംതിട്ട. മലയോര മേഖല, അതുപോലെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ ശാന്തവും മനോഹരവുമായിട്ടുള്ള ഇടം. വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്, ഹയർ എഡ്യൂക്കേഷനിൽ. അതുപോലെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും നമുക്ക് കേരളീയരെ കാണാമെന്ന് പറയുന്നത് പോലെ ഒരു പത്തനംതിട്ടക്കാരിയെയോ ഒരു പത്തനംതിട്ടക്കാരനെയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ആരോഗ്യ മേഖലയിലും വാക്സിനേഷനൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്കപ്പുറം ആരംഭിക്കുമ്പോഴും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായ ആരോഗ്യത്തിൽ ഡിസീസ് എലിമിനേഷനിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം, ഈ 4 വർഷം, അതോടൊപ്പം അതിനു മുൻപുള്ള 5 വർഷം, അങ്ങനെ 9 വർഷം, കഴിഞ്ഞ സർക്കാരിൻ്റെ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം, 2021 മുതൽ 2025 വരെയുള്ള ഈ 4 വർഷം, അങ്ങനെ 9 വർഷ കാലഘട്ടം. നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഒരു പൊതുവായ ചിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എവിടെ നിന്നാണ് 2016 നമ്മൾ ആരംഭിച്ചത് എന്നുള്ളത്. ഇപ്പം ആരോഗ്യമേഖലയിൽ നോക്കിയാൽ, ആരോഗ്യമേഖലയിൽ നമുക്ക് സർക്കാർ തലത്തിൽ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സർക്കാർ ആശുപത്രിയിലും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ ഒന്ന് പരതി നോക്കിയാൽ പഴയ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെയും റാന്നി താലൂക്ക് ആശുപത്രിയുടെയും അടൂരും അതുപോലെ തിരുവല്ലയും ഒക്കെ പഴയ ആശുപത്രികളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും. ഈ 9 വർഷക്കാലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ സർക്കാർ തലത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ 2022-23 നമ്മൾ ആരംഭിക്കുന്നത്, 3ാമത്തെ ബാച്ച്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അവിടെ PG തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്, സ്പെഷ്യാലിറ്റി കോഴ്സ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. 4ാമത്തെ ബാച്ച് വരാൻ പോവുകയാണ്. നഴ്സിംഗ് കോളേജുകൾ പത്തനംതിട്ടയിൽ ഒരു സർക്കാർ BSc നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല, ഇവിടെ തുടങ്ങി. അതുപോലെ ഇപ്പോൾ ആറന്മുളയിൽ KEIPന്റെ തുടങ്ങുന്നു, ചിറ്റാറിൽ തുടങ്ങി, കോന്നിയിൽ തുടങ്ങി, മറ്റ് നിയോജക മണ്ഡലങ്ങളിലും അടൂരും റാന്നിയിലുമൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ പുതിയ നഴ്സിംഗ് കോളേജുകളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവധിക്കാലമാണ്, കുഞ്ഞുങ്ങൾക്കൊപ്പം ഇവിടെ വന്ന് ഇന്ന് വൈകുന്നേരം കലാപരിപാടി, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ട്, കലാപരിപാടികൾ ആസ്വദിക്കാം. ഒരു പാസ്സും ഒന്നുമില്ല, എല്ലാവർക്കും സ്വാഗതം.